ഹായ്, ഇന്നൊരു നല്ല ദിവസമാണ് കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ച മാത്രമല്ല, ചൊവ്വാഴ്ച നമുക്കറിയാം ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്, സുബ്രഹ്മണ്യ ഭഗവാന് പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൂടാതെ ഇന്ന് പഞ്ചമി തിഥിയാണ്, അപ്പോൾ വാരാഹി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. അത് മാത്രമല്ല, ഇന്ന് നാഗപഞ്ചമിയാണ്. നാഗപഞ്ചമി മാത്രമല്ല, ഇന്ന് ഗരുഡ പഞ്ചമി കൂടെയാണ്. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നാഗപഞ്ചമി ആണ് രാഹുദോഷം തീർക്കാനും നാഗപ്രീതി വരുത്താനും നാഗദോഷങ്ങൾ തീർക്കാനും സർപ്പദോഷങ്ങളൊക്കെ തീർക്കുന്ന വഴി നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നതും. രാഹുദോഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിലേഷൻഷിപ്സിലുള്ള പ്രോബ്ലം ആണെങ്കിലും രാഹുദോഷം ഒരുപാടാണ്. അപ്പോൾ പിതൃദോഷമായിട്ടും പറയുന്നുണ്ട്. സർപ്പദോഷം കാണുന്നത് അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുക, 12 രാഹു നിൽക്കുക ഒക്കെ നല്ല ദോഷഫലം തരുന്നതാണ്. 7 രാഹു നിന്ന് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്സ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ രാഹുദോഷം തീർക്കാനും സർപ്പദോഷം തീർക്കാനും ഒക്കെ ഉത്തമമായിട്ട് നാഗപ്രീതി വരുത്താനൊരു നല്ല ദിവസമാണിത്. നമ്മൾ നാട്ടിലാണെങ്കിൽ നാഗദൈവങ്ങൾക്ക് നമുക്ക് നൂറും പാലും അങ്ങനെ കൊടുക്കാം, മഞ്ഞൾ വെക്കാം, പിന്നെ രാഹുവിൻ്റെ ബീജമന്ത്രം ചൊല്ലാം. അപ്പോൾ ഞാൻ രാഹുവിൻ്റെ ബീജമന്ത്രം ഞാൻ മന്ത്രദീക്ഷ ഇതിലൂടെ തരുന്നില്ല, കാരണം മന്ത്രദീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായൊരു കാര്യമാണ്. നമ്മളങ്ങനെ യൂട്യൂബ് വീഡിയോയിലൂടെ തരുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ആ മന്ത്രത്തിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് അപ്പം രാഹുവിൻ്റെ ബീജമന്ത്രം ചൊല്ലാം. പിന്നെ ഗരുഡ പഞ്ചമി ആയതുകൊണ്ട് ഗരുഡ പഞ്ചമി ദിവസം ചൊല്ലേണ്ട ഒരു ഗരുഡ ഗായത്രി മന്ത്രമുണ്ട്. അപ്പോൾ ഗരുഡ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലതായിരിക്കും. പിന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മഹാവിഷ്ണുവിൻ്റെ വാഹനമാണല്ലോ ഗരുഡൻ അല്ലേ. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഗരുഡ ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വണ്ടി തട്ടലും മുട്ടലും ആക്സിഡൻറ്റും അങ്ങനെയൊക്കെ, അതിപ്പം ചൊവ്വയും കേതുവും കൂടെ ഒരുമിച്ചൊരു രാശിയിൽ, അത് ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരുപാട് ദോഷങ്ങൾ, അത് പലർക്കും അവരുടെ ജാതകം അനുസരിച്ച് പല രീതിയിലാണ് ഫലവത്താവുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ എന്നാലും ഗരുഡ ഭഗവാനോട് നമുക്ക് ദോഷങ്ങൾ മാറ്റാനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ആക്സിഡൻറ്റ്, വീഴൽ, തട്ടൽ, മുട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഗരുഡ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഗായത്രി മന്ത്രം 108 തവണ ജപിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനൊക്കെ സമയം പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 108 തവണ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 11 തവണ, അല്ലെങ്കിൽ 21, അല്ലെങ്കിൽ 9, അങ്ങനെ അത്രയെങ്കിലും. പിന്നെ വരാഹി മന്ത്രം, വരാഹി ദേവിയുടെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറവാണല്ലേ. അപ്പോൾ എന്നാലും തിരുവനന്തപുരത്തും കണ്ണൂർ ഭാഗത്തൊക്കെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉണ്ടോയെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അവിടെ പോകുന്നത് നല്ലതായിരിക്കും. അതില്ലാതെങ്കിൽ വീട്ടിൽ തന്നെ നമ്മളൊരു വിളക്ക് കത്തിച്ച് വരാഹി ദേവിയെ സങ്കല്പിച്ച് നമ്മൾ വരാഹി മന്ത്രം ചൊല്ലിയാലും മതി. അപ്പോൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് 11 മണിക്ക് മുന്നേ ഉള്ള സമയമാണ്. കാരണം ഉഗ്രമൂർത്തികളായ പ്രത്യേക വരാഹി ദേവി ഇവരൊക്കെ നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. നാഗദോഷം തീർക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെന്തായാലും ഏതൊരു അമ്പലത്തിൽ പോകുമ്പോഴും അവിടെ നാഗപ്രീതി വരുത്താനായിട്ട് നാഗങ്ങൾക്കൊരു പ്രതിഷ്ഠ ഉണ്ടല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് മഞ്ഞൾ സമർപ്പിക്കാം, പാല് സമർപ്പിക്കാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ, അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പം കുറച്ച് പാലെടുത്ത് വെച്ചിട്ട് സങ്കല്പിച്ചിട്ട്, നമുക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊന്ന് സ്മരിച്ചാൽ മതി എന്ന് പറയാം. ആ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ പവർ കണക്കിരിക്കും. മനസ്സിൽ സ്മരിച്ചിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് മനസ്സിൽ സ്മരിച്ചിട്ട് ചെയ്താലും മതി. ഇനി അഥവാ എന്തെങ്കിലും പുലവാലായ്മയോ പീരിയഡ്സോ ഒക്കെ കാരണം വിളക്ക് കൊളുത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, നാഗദോഷങ്ങളെല്ലാം തീർത്ത് തരണേ, വാരാഹി ദേവിയോട് പ്രാർത്ഥിക്കാം. പിന്നെ സാധാരണ ചൊവ്വാഴ്ചകളിൽ ചെയ്യുന്ന പോലുള്ള ആരെങ്കിലും മുരുക ഭഗവാന് എന്തെങ്കിലും നേർച്ചകളോ വഴിപാടുകളോ ചെയ്യുന്നുണ്ടെങ്കിലോ പ്രത്യേക പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിലോ ദേവിക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിലോ അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഭയങ്കര ശക്തിയുള്ള ഒരു ദിവസമാണ്. അപ്പം കടുത്ത ദോഷങ്ങളെ വരെ മാറ്റാനായിട്ട് സഹായിക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ചത്. പിന്നെ നമ്മളുടെ മാർഗ്ഗതടസ്സം സുന്ദരകാണ്ഡ പാരായണത്തിൻ്റെ അതിന് എനിക്ക് നേരിട്ട് കുറേ മാർഗ്ഗതടസ്സങ്ങൾ നേരിട്ടു. ഭഗവാൻ ഇങ്ങനെ കാണിച്ചു തന്നു. ഇതെല്ലാം എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ആ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള മാർഗവും ഭഗവാൻ തന്നെ കാണിച്ചു തന്നു. അങ്ങനെ
അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ ഞാനത് പ്രകാശാനന്ദ സ്വാമിയുടെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പം പ്രകാശാനന്ദ സ്വാമി പറഞ്ഞതെന്ന് വെച്ചാൽ രേവതി ഭഗവാൻ ഇങ്ങനെ കുറച്ച് പേർക്ക് മാത്രം ഇങ്ങനെ ഒരു അനുഗ്രഹം, അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ഭഗവാൻ തിരഞ്ഞെടുക്കുന്നതാണ് അല്ലേ. അത് നമ്മളാരും അല്ല. എന്താ പറയുക, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യം, എന്നെ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അതുപോലെ ഉപയോഗിക്കുക, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളാകട്ടെ എന്നാണ്. അപ്പം ദൈവത്തിന് മറ്റുള്ളവരിൽ ഒക്കെ നന്മ എത്തിക്കുന്നത് ദൈവം മറ്റുള്ള മനുഷ്യരിലൂടെയും മൃഗങ്ങളിലൂടെയും പ്രകൃതിയിലൂടെയും ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമായ എന്നെ ഞാൻ പൂർണ്ണമായിട്ട് എന്നിൽ സമർപ്പിച്ചേക്കാണ്. അപ്പം മറ്റുള്ളവർക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്ന ഏത് രീതിയിലും എന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഓരോ ദിവസവും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്നെ ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. ദൈവമേ എനിക്ക്, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പം അതുകൊണ്ട് ഒരു പ്രകാശാനന്ദ സ്വാമി പറഞ്ഞു, ഇതൊരു മഹാഭാഗ്യമാണ് രേവതി. കാരണം അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ശരിക്കും മാർഗ്ഗതടസ്സം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ് ഒരു യാത്ര ശരിക്കും എന്നെ ആഗ്രയിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വായുവേഗത്തിൽ തന്നെ ഞാൻ നാട്ടിലോട്ട് പോകാനും ഞാൻ ഇന്നലെയാണ് തിരിച്ചെത്തിയത്. അപ്പോൾ ഇന്ന് ജൂലൈ 29 രാവിലെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിടാമെന്ന് വിചാരിച്ചു. കാരണം ഇത് വളരെ പ്രാധാന്യമുള്ള പുണ്യപ്രധാനമായൊരു ദിനമാണ്. കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അപ്പം കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ച ഒരു പുണ്യമാസത്തിൽ ചൊവ്വാഴ്ച നല്ല എന്താ പറയുക, നല്ല ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നാഗപഞ്ചമിയും ഗരുഡപഞ്ചമിയും ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ വേണ്ട വിധം ഉപയോഗിച്ച് കൊള്ളുക. അപ്പോൾ എന്താ പറയുക, എല്ലാവരിലോട്ടും ഒന്നും എല്ലാം എത്തുന്നില്ലല്ലേ. അപ്പോൾ പ്രകൃതി നമ്മളെ എന്തെങ്കിലും അറിയിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ജയ് ശ്രീരാം. ജയ് ബജ്രംഗബാലി. ഓം ശ്രീ വജ്രവരാഹിയേ നമഃ.